ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ്? ഇവര് രണ്ട് ഫാമിലി തമ്മിൽ മാച്ചാകുമോ എങ്കിലൊരു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ ഈ പിതാവും പുതിയാപ്ലയും രണ്ട് സാക്ഷിയും ആവശ്യമുള്ള വളരെ ചുരുക്കം ചിലരും അവരൊന്നൊന്നിച്ചിരുന്ന് ഈ അങ്കഹത്തുക ബിന്ദി പറഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് ജീവിക്കാം. നാളെ മുതൽ അല്ല, അന്നത്തെ അടുത്ത മണിക്കൂർ വല്ലതും ഒന്നിച്ച് ജീവിക്കാം. എന്തിന് ചെലവ്? ഇതറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ വിവാഹമെന്ന് പറഞ്ഞാൽ പല പെൺകുട്ടികളും കരുതുന്നത് സ്റ്റേജിൽ കയറി കറക്കലാണ് വിവാഹമെന്ന് കരുതുന്ന, ഞാൻ പറയേണ്ടത് മണ്ടശിരോമണികൾ എന്നാണ്. തൽക്കാലം സദസ്സിന്റെ ബഹുമാനം മാനിച്ച് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി? ആരാണ് ഇവരെ പറ്റിച്ചത്? എവിടെയാണ്, ഏത് ചളിക്കുണ്ടിലാണ് ഇവർ വഴുതി വീണത്? ഏത് അഴുക്കുചാലിലായി ഇവർ കിടന്നുറങ്ങുന്നത്? ഉണരണ്ടേ? ഇസ്ലാം എത്ര സിമ്പിളാണ്, എത്ര പ്രാക്ടിക്കലാണ്. പകരം ഈ സഹോദരൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെയൊക്കെ പൊതുവിവാഹങ്ങൾ എങ്ങനെയാ? ഈ ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച 2, 3, 4 വർഷത്തെ അധ്വാനം പ്ലസ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ അധ്വാനം, ഇതെല്ലാം കൂടി പൊടി പൊടിക്കുകയാണ്. എങ്ങനെ? 4 BMW, 5 ബെൻസ്, 3 ഓടി, ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പോ കണ്ട നാട്ടിലെല്ലാവർക്കും അറിയാം ഇത് റെന്റിനെടുത്തതാണ്. എന്നാലും റെന്റിനെടുക്കും. ഇവനെ ഞാൻ എന്ത് വിളിക്കണം? തൽക്കാലം ഞാൻ ക്ഷമിക്കും. ഈ സാധുവിന്റെ സർവസ്വസ്ഥതയും അസ്തമിച്ച വലിയൊരു ദുരന്ത ഭൂമികയാണ് വിവാഹം. വേണോ? വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളാ. ഈ നിക്കാഹ് കഴിഞ്ഞ് പരസ്പരം ഫാമിലി തമ്മിൽ മാച്ചാകുമെങ്കിൽ ജീവിക്കട്ടെ. സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടെങ്കിൽ വിവാഹത്തിൽ അറകൂടി ജീവിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യട്ടെ? ഒരുമിച്ച് കൂടിയിട്ട് വലീമത്ത് കൊടുക്കട്ടെ, വിവാഹ സദ്യ കൊടുക്കട്ടെ. പുതിയാപ്പിള പോകുന്നതിന്റെ പേരിൽ വാഹനം റോഡിലൂടെ നിരനിരയാർ നിർത്തിയിട്ട് 30 സ്പീഡിൽ പോകുമ്പോൾ ആ നാട്ടിലെ സർവ്വ മനുഷ്യരുടെയും ശാപമേറ്റൊരു ചടങ്ങ്. പണ്ടൊക്കെ ഓക്കെ, ഇപ്പൊ റോഡ് എത്ര റഷാ. ഈ റഷായ റോഡിൽ എന്തിനാ ഈ ആഭാസ കോമരം കുത്തൽ? എന്തിനീ കോമരം തുള്ളുന്നത്? ഇസ്ലാമിക വിവാഹമല്ല. ഇസ്ലാമിക വിവാഹം ചെലവ് കുറഞ്ഞത്. ജീവിക്കട്ടെ മനുഷ്യർ, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യട്ടെ, എന്നിട്ട് സ്വസ്ഥമായി ജീവിക്കട്ടെ. ആർക്കാണ് ഇതിന്റെ ആവശ്യം? ഈ ആഭാസങ്ങൾ ആർക്കു വേണ്ടിയാ? ഈ ആഭാസങ്ങൾ ആർക്കു വേണ്ടിയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മാനേഴ്സ് നന്നായി സംരക്ഷിക്കണം. പുതിയ കാലത്ത് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും നമ്മുടെ ചാനലുകളൊക്കെ, ഈ ചില ചാനലുകൾക്കൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും അപശബ്ദങ്ങൾ കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അർത്ഥവും മാനവും ഉള്ള ഏതെങ്കിലും മൂല്യമുള്ളതൊന്നും കിട്ടിയാൽ അവർക്കത് എന്ത് കിട്ടൂല? റേറ്റ് കൂടി കിട്ടൂല, വ്യൂവേഴ്സ് കൂടി കിട്ടൂല. വ്യൂവേഴ്സ് കിട്ടണമെങ്കിൽ എപ്പോഴും അഴുക്കുകൾ വേണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചാബല്യമുള്ള, മതം പഠിക്കാൻ ഭാഗ്യമില്ലാത്ത തട്ടം ധരിച്ച പെൺകുട്ടികളെ കിട്ടിയാൽ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരെ കൊണ്ട് എന്ത് തോന്നിയാസവും പറയിപ്പിക്കുക, അതിന് റീച്ച് കൂട്ടുക. ഇവിടെയൊന്നും ബുദ്ധിയുള്ളവർ പെടരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. മാനേഴ്സ് വളരെ പ്രധാനമാണ്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല പെരുമാറ്റ ശൈലി എന്താ? ഇപ്പൊ വിവാഹങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആഭാസം കാണുന്നത് എന്താ? ആ നാട്ടിലെ മുതിർന്നവരെ ആരെയും പരിഗണിക്കാതിരിക്കുക, ആ വീട്ടിലെ പ്രായം ചെന്നവരെ പരിഗണിക്കാതിരിക്കുക, എല്ലാവരെയും കൊഞ്ഞനം കുത്തുക. ഈ ശൈലി ശരിയാണോ? ഈ ശൈലി ശരിയല്ല എന്ന് മാത്രമല്ല, ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വാക്യതാന്നറിയാം. പ്രധാന പോയിന്റ്, ആഘോഷിക്കണം. ആഘോഷം കുറഞ്ഞു പോയാൽ ആഭാസങ്ങൾ കുന്നുകൂടും. എല്ലാ വെള്ളിയാഴ്ചയും, ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ നല്ല പലഹാരങ്ങൾ, നല്ല കാര്യങ്ങൾ, ദ്വാകൾ ഒന്നിച്ചിരുന്ന് ആഘോഷിച്ച് ശീലിക്കണം. കൂടാതെ മാസങ്ങളിൽ ഓരോ മാസവും പ്രധാനപ്പെട്ട മഹാന്മാരുടെ സ്മരണകളുണ്ട്. ആ സ്മരണകളൊക്കെ വീടുകളിലും പള്ളികളിലും ഒക്കെ നിരന്തരം ആഘോഷപൂർണമായി കൊണ്ടു നടക്കണം. കഴിഞ്ഞ കാലത്തെ ആചാരങ്ങൾ, റിച്വൽസിന്റെ പൊളിറ്റിക്സ് പഠിക്കണം നമ്മൾ, അതിന്റെ സോഷ്യോളജി പഠിക്കണം നമ്മൾ. എന്താണ് ആചാരങ്ങൾ? എന്തിനുണ്ടായത്? ആചാരങ്ങൾ ഉണ്ടായത് സമൂഹങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്.
നമ്മള് വല്യമ്മയുടെ ആണ്ടിന്റെ പേരിൽ മക്കളും പേരക്കുട്ടികളെല്ലാം ഒന്നിച്ചു ഒരു യാസീനോദി, ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ, ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ഒന്ന് ദുആ ചെയ്തു. അവരുടെ കഴിവിനനുസരിച്ചുള്ള വല്ല പലഹാരവും കഴിച്ചു. എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടിയാലുള്ള ഒരു വികാരം എന്താ? ഒരു ഒരുമബോധം. ഞങ്ങളൊക്കെ ഒരു തറവാട്ടുകാരാണെന്നൊരു ബോധം, ഞങ്ങൾ ചില മൂല്യങ്ങളൊക്കെ സേവ് ചെയ്യേണ്ടതെന്നൊരു തോന്നൽ. ഈ തോന്നലുണ്ടാക്കൽ മനുഷ്യരിൽ മൂല്യമുണ്ടാക്കും. ഒരു പള്ളിയിൽ ഒരു മാസം നമ്മളൊരു പ്രത്യേക ആചാരം, മൗലിദ്, റബീഉൽ അവ്വലിന്റെ മൗലിദ്, റബീഉൽ ആഖിറിന്റെ മൗലിദ്, ആ മൗലിദിന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ നാട്ടുകാരുടെ ഇടയിൽ ഒരു യോജിപ്പ്, ഞങ്ങളൊക്കെ ഒരു മഹല്ലുകാരാണെന്ന ഒരു യോജിപ്പ്. ഈ ബോധ്യം ഒരുമ സൃഷ്ടിക്കും. ഇതാണ് റിച്വൽസ്, ആചാരങ്ങൾ. ഇത്തരം ആചാരങ്ങൾ നന്മയുള്ളത് നന്നായി നിലനിർത്തണം, പകരം മൂല്യമില്ലാത്തതിനെ വെട്ടിക്കളയണം. വെള്ളിയാഴ്ചകൾ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പകരം പലതും വരും. അതുപോലെ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ നന്നായി മൗലിദ് വഹിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും വരും. ബർത്ത്ഡേ നോക്കൂ നിങ്ങൾ. ബർത്ത്ഡേയുടെ അർത്ഥം എന്താ? ജനിച്ച ദിവസം എന്നാണ് ബർത്ത്ഡേയുടെ അർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴാ ബർത്ത്ഡേ ആഘോഷിക്കൽ? ഉദാഹരണത്തിന് 2026 ആഗസ്റ്റ് 8-ാം തീയതി ഒരു കുട്ടി ജനിച്ചു. ഇന്ന് ബർത്ത്ഡേ ആഘോഷം ഉണ്ടോ? ഇല്ല. ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കാൻ പോകുന്നത്? ഒരു വർഷം കഴിയുമ്പോൾ 2027 ആഗസ്റ്റ് 8 ആകുമ്പോൾ ആഘോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക് കണക്കാക്കപ്പെട്ട ജീവിതത്തിലെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം ക്ലോസ് കഴിഞ്ഞുപോയി, അതിനാഘോഷിക്കുക. ഇങ്ങനൊരു ആചാരം ഇസ്ലാം പ്രൊമോട്ട് ചെയ്തതല്ല. ജീവിതം ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, ശേഷം ഒരു ജീവിതം ഇല്ല എന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആഘോഷ രീതിയാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെയുണ്ട്, പല മൗലിദുകളൊക്കെ ബർത്ത്ഡേ എന്ന കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്നവർ. പ്ലീസ്, വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കും, ഇത്ര പറയണോ എന്ന് ചിന്തിക്കും. നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം, 2 മിനിറ്റ് എൻ്റെ കൂടെ സഞ്ചരിക്കൂ. നിങ്ങളിപ്പോൾ ബർത്ത്ഡേ പ്രൊമോട്ട് ചെയ്തു, വീട്ടിൽ നിന്ന് നല്ലത് മാത്രം ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ കുട്ടി വലുതാകും. കുട്ടി വലുതായി, 10 വയസ്സായി, 15 വയസ്സായി, 17 വയസ്സായി, 18 വയസ്സായി. അന്ന് ആഘോഷിക്കുന്ന ബർത്ത്ഡേക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാ. ഫ്രണ്ട്സ് ആരാ? ആക്ടിവിറ്റി ചെയ്താ. ആ ആഘോഷത്തിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാ? ഒരു കുട്ടി ആദ്യമായി ജീവിതത്തിൽ വ്യഭിചാരം പരിശീലിക്കാൻ തുനിയുന്ന ചര്യയായി, ആചാരമായി ഈ ബർത്ത്ഡേ വരാനിരിക്കുന്നു. അന്ന് നിങ്ങളുടെ ഏടിലേക്ക് വരുമാനം വരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധതയുള്ളവരാണ് ബർത്ത്ഡേക്ക് ടിക്ക് കൊടുക്കേണ്ടത്. അല്ലാത്തവർ പതുക്കെ പറയണം, മക്കളെ ഈ ആഘോഷം പകരം നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നിങ്ങൾ എന്ത് ചെയ്യും? കഴിക്കാണോ വേണ്ടത്? മുമ്പ് വാങ്ങി കഴിച്ചോളൂ, അല്ലെ ശേഷം വാങ്ങി കഴിച്ചോളൂ. ജീവിതത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ ആഘോഷിക്കുന്നതിന് എന്ത് യുക്തിയാ ഉള്ളത്? ചിലരൊക്കെ പറയും നന്ദിയാണ്, ശുക്റാണ്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ അള്ളാഹു തന്ന ഒരു വർഷത്തിന് തുല്യമായ എന്തെങ്കിലും ഒരു സംഗതി ചെയ്തു പൂർത്തിയാക്കാൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയോ? ഇല്ല. അള്ളാഹു ചെയ്ത നിഅമത്തിന് തത്തുല്യമായി ഒന്നും കഴിയാത്തിടത്തോളം അവിടെയുള്ള ഏക പോംവൈ മഗ്ഫിറത്താണ്, തൗബ ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ ഇത്തരം ഘട്ടങ്ങളിലെ ഏക പ്രക്രിയ റബ്ബേ പുറത്തു തരണേ, അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. ഞാൻ പറയുന്നു, ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ സംരക്ഷിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലിയ അമൽ. നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളാണ് ഏറ്റവും വലിയ അമൽ. പരസ്പരം നല്ല റിലേഷൻ കാത്തു സൂക്ഷിക്കണം, നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അതുപോലെ അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പരസ്പരം ബെസ്റ്റ് റിലേഷൻ. ഇത് ഏറ്റവും വലിയ സ്വാലിഹായ അമലാണ്. നിങ്ങൾ 5 നേരവും നിസ്കരിച്ചു ജമാഅത്തായിട്ട്, മുമ്പ് ശേഷമുള്ള 22 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ അവതരണം മുഴുവനായി ക്ലോസ് ചെയ്യും. അന്ന് ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്തു, 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു, 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. ഇങ്ങനെ എല്ലാം ചെയ്തു.
ഇതെല്ലാം ചെയ്താലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതിഫലത്തിന്റെ എത്രയോ 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 മടങ്ങ് വലുതാണ് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിൽ സ്നേഹമുള്ള സമൃദ്ധമായ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. ഇതാലോചിക്കുമ്പോ ചിലരൊക്കെ ഉള്ളം വേർക്കും. പൊടച്ചോനെ, കുടുങ്ങി, വേറെന്തു വേണമെങ്കിലും ചെയ്യാം, ഇവരുടെ ഇടയിൽ എങ്ങനെയാ ഒരു സൗഹൃദം കൊണ്ട് നടക്കുക, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായി ഞാനൊരു പൊതു തത്വം പറയാം. ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ബെസ്റ്റ് ഫ്ലോ ആണ്, ഒരു നല്ല ഒഴുക്കാണ് ജീവിതം. പ്രയാസമില്ലാതെ ഒഴുകുന്ന ഒരു ഒഴുക്കാണ് സത്യത്തിൽ ജീവിതം. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എളുപ്പമാണ്, ജീവിതം സിമ്പിളാണ്. ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. അവിടെ നന്മക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നറിയാം. ഞാൻ ഓപ്പോസിറ്റ് പറയാം. എന്താ? പ്രയാസമുള്ളൊരു കുടുംബം, തെറ്റിക്കഴിയുന്നൊരു കുടുംബം, കലുഷിതമായൊരു കുടുംബം, തൊലാക്കായിട്ട് ഫിറാക്ക് കഴിഞ്ഞ് പിരിഞ്ഞു കഴിയുന്ന ഒരു ഫാമിലി, ഇങ്ങനെ പ്രശ്ന സങ്കീർണമായ ഒരു ഫാമിലിയോ മഹല്ലോ സ്ഥാപനമോ ഏതെടുത്താലും അവിടെയുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ പരസ്പരം സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ ഫേസ് ചെയ്യുകയോ ചെയ്യുന്നത് ഇത് കുറവായിരിക്കും. ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സലാം പറയുന്നത് കുറവായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ശു സലാമ ബൈനക്കും. എത്ര സിമ്പിളാ! സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. പക്ഷേ നിങ്ങൾ നോക്കൂ, ചില രക്ഷിതാക്കൾ മകന് ഫോൺ വാങ്ങിച്ചു കൊടുത്തു, 2 വീലർ വാങ്ങിച്ചു കൊടുത്തു, ഷൂ 2000-ന്റെ വേണോന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടും ഈ ബാപ്പ, കഴിഞ്ഞ ദിവസം ഞാൻ വലിയൊരു മാസ് പാരന്റിങ് പ്രോഗ്രാമിൽ അവസാനം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തേങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, സാദേ, എല്ലാം കൊടുത്തു, സ്നേഹത്തിനെല്ലാം കൊടുത്തു, വളരെ തേനിൽ ചാലിച്ചു മാത്രം സംസാരിച്ചു, പക്ഷെ വെറുപ്പ് മാത്രം തിരിച്ചു തരുന്നു. എന്താ ചെയ്യേണ്ടത്? കരഞ്ഞുപോയി അദ്ദേഹം. പറഞ്ഞു തീരും മുമ്പേ അദ്ദേഹം തേങ്ങിപ്പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എന്താ? പരസ്പരം ഫേസ് ചെയ്ത് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് ശീലിക്കുക. എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. എവിടെയും പാരൻസ് മക്കളുടെ മോൻ പറയാൻ 14 വയസ്സായിട്ടുള്ള 9ാം ക്ലാസ് പഠിക്കുക. മോൻ പറയാ, വാപ്പ എനിക്ക് ഫോണ് വേണം. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു, 14 വയസ്സായിട്ടുള്ളൂ. ഈ ബാപ്പ വളരെ ചെറിയ വേതനത്തിന് ജീവിക്കുന്ന, ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ മകൻ പറയാ, എനിക്ക് ഐഫോൺ വേണം. അയാളുടെ കയ്യിൽ ചെറിയൊരു തുക ഉണ്ട്. ആ തുകക്ക് അയാൾ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അതൊരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു. ആ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഭീഷണി, ഇതാ എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം എന്നെ കാണൂല, നിങ്ങൾക്ക് പത്രത്തിൽ ഫോട്ടോ വരുമ്പോഴേ അറിയുള്ളൂ, അതുകൊണ്ട് ഉടനെ എനിക്ക് ഐഫോൺ വേണം. നമ്മളൊന്ന് ആലോചിച്ചു, എന്തൊരു സങ്കടമാണ്. ആരാണ് ഈ പ്രവണത ഉണ്ടാക്കുന്നതെന്നറിയോ? കുഞ്ഞുനാൾ മുതൽ ശരിയല്ലാത്തൊരു വിഷയം പറയുമ്പോൾ അതാരായാലും ഇമോഷണൽ ആകരുത്, പക്ഷേ നോ പറഞ്ഞ് ശീലിക്കണം. ശരികൾക്കൊരു കുറവുണ്ടാകരുത്. എല്ലായ്പ്പോഴും ഞാൻ ഈ പറഞ്ഞ റിലേഷനുകൾക്ക് ഒരു പഞ്ഞും ഉണ്ടാകരുത്, ഒരു കുറവുണ്ടാകരുത്. പകരം തെറ്റായ കീഴ്വഴക്കങ്ങൾ, എനിക്കത് വേണം. ഇപ്പൊ എല്ലാവർക്കും പേടിയാ. വർഷാവസാനാകുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യയന വർഷത്തിന്റെ എൻഡ് ആകുമ്പോൾ ഈ ടൂറ് പോകുന്ന സമയത്ത് എന്തുമാതിരി തോന്നിവാസങ്ങൾ നടക്കുന്നു എന്നറിയും. ആ കാലയളവിൽ അങ്ങാടികളിലൂടെ കുറുക്കം കൂക്കി ബസ് പോകുന്നത് കണ്ടാൽ എല്ലാവരും മനസ്സിലാക്കും അത് സ്കൂളിലെ ടൂറാണെന്ന്. ഇങ്ങനെ ആഭാസങ്ങൾ നിറയുന്ന ടൂറ് പോകുമ്പോൾ രക്ഷിതാക്കൾ നോ പറയാൻ പേടിയാ. എന്താ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നോ പറഞ്ഞതിന്റെ പേരിൽ ഇന്നാലിന്ന പ്രദേശത്തെ ഒരു കുട്ടി കുളിമുറിയിലാണ് തൂങ്ങിയത്. ഈ പേടിയാ. എവിടെ നിന്നാണ് ഈ തൂങ്ങലൊക്കെ വരുന്നത്?
ഒന്ന്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇല്ലാത്തത്. രണ്ട്, നോ പറയേണ്ട ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആകുന്നു. ഇമോഷണൽ ആകരുത്. മറ്റൊന്ന്, മാനേഴ്സ് മറന്നുള്ള പെരുമാറ്റം. ഒരാളോട് സംസാരിക്കേണ്ട രീതി മറന്നുള്ള സംസാരം. റെസ്പെക്റ്റീവായിട്ട് സംസാരിച്ചാൽ എത്ര സുഖമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു. ബാപ്പയെ മകൻ ശാരീരികമായി കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ പരിസരവാസികൾ ഇടപെട്ടു. അങ്ങനെ പ്രശ്നമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ പ്രശ്നമായിട്ട് വന്ന ഒരു ഫാമിലിയുടെ കൂടെ ഞാൻ ഇരുന്നു. ആ പ്രശ്നം ഏകദേശം 4-5 മണിക്കൂർ എടുത്തു. 2-3 ലിസണേഴ്സ്, സൈക്കോളജിസ്റ്റുകളുടെ പ്രസൻസിൽ അത് ക്ലോസ് ചെയ്യുന്ന പോയിന്റിലെത്തിയപ്പോൾ അതിൽ മകനോട് ബാപ്പ പറഞ്ഞു, അതിൻ്റെ പ്രശ്നം തന്നെ ഇങ്ങനെയാണ്, അതിൻ്റെ സീൻ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് മകനെ ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്തുകൊണ്ട്? വീട്ടിലേക്ക് ബാപ്പ പറഞ്ഞ ക്യാഷ് തരാത്തതിൻ്റെ പേര്. അപ്പൊ ഇത് ഏകദേശം പ്രശ്നങ്ങളൊക്കെ ക്ലോസ് ആയി വന്നപ്പോ അത് ക്ലോസ് പോയിന്റിൽ നിന്ന് പിരിക്കുമ്പോ ഈ മകൻ പറഞ്ഞു, ഒരു ഉറുപ്പിക ചെലവിന് ഞാൻ തരൂല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഒരു വാക്കായിരുന്നു അവിടുത്തെ സർവ്വ പ്രശ്നം ഉണ്ടാക്കിയത്. എന്താണ് വിഷയം? നേരത്തെ വലിയ തുകകൾ നൽകിയിരുന്ന ഒരു മകൻ ഇപ്പോൾ ജോലിയിൽ നേരത്തെ കിട്ടിയതിന്റെ 1/3 സാലറി മാത്രം കിട്ടുന്ന സമയത്ത് അവന്റെ സ്വന്തം ചിലവിന് മതിയാകുന്നില്ല. അവന്റെ ഫാമിലി അവന്റെ കൂടെയാണുള്ളത്. അപ്പോ ഈ ക്യാഷ് മതിയാകാതിരുന്നപ്പോ ആ മകൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് തരാൻ പറ്റൂല എന്ന് പറയാണ്. പക്ഷെ അവൻ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചു? ഒരു ഉറുപ്പിക ഞാൻ തരൂല. ഈ ലാംഗ്വേജിന് പകരം ആ മകൻ പറയാ, ഉപ്പ എനിക്ക് എപ്പോഴും തരണമെന്നുണ്ട്, കഴിയുമ്പോഴൊക്കെ ഞാൻ തരും, ഈ പ്രാവശ്യം ഇങ്ങനെയാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ബാപ്പ പറയും, മോനെ ഞാൻ നോക്കട്ടെ, നിനക്കെന്തേലും തരാൻ പറ്റുമോ. ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് സംസാരം പരസ്പരം ബഹുമാന്യമായി സംസാരിച്ച് ശീലിക്കണം. മാതാപിതാക്കൾ മക്കളോടും ബഹുമാന്യമായി സംസാരിക്കണം. മക്കൾ എല്ലാവരോടും ബഹുമാന്യമായി സംസാരിക്കണം. ബഹുമാന്യമായി സംസാരിച്ചാൽ നേട്ടങ്ങൾ പലതാണ്. കഴിഞ്ഞ ദിവസം ഒരു നല്ല സാലറി കിട്ടുന്ന ജോലിയിൽ നിന്ന് ഒരാളെ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിടുന്ന പശ്ചാത്തലം എങ്ങനെയാണെന്നറിയാം? അയാൾ മാസം തികഞ്ഞതിന്റെ 2-ാം ദിവസം സാലറി ചോദിക്കുകയാണ്. സാലറി ചോദിക്കുന്ന ടോണൊന്ന് മാറിയപ്പോ ഈ മുതലാളി പറഞ്ഞു, ഇതാ ഇയാളെ ഉടനെ പുറത്താക്കണം, കാരണം ഇയാൾ നമ്മളെ സർവ്വവും തകർക്കും, ഇയാളെ ശൈലി ശരിയല്ല. ഉദ്ദേശ്യത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറഞ്ഞ പ്രയോഗത്തിൽ സിമ്പിൾ ഫോർമാറ്റ്, ചെറിയൊരു ഫോർമാറ്റിൽ മാറിപ്പോയി. എനിക്ക് പറഞ്ഞ പൈസയുടെ, എനിക്ക് പറഞ്ഞ ശമ്പളയുടെ, ശമ്പളം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ചോദിക്കുന്നത്. മാന്യമായ നല്ല 2 വാക്കുകളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കിയിട്ട് ആ മുതലാളി ശമ്പളം കൊടുക്കും. പക്ഷേ പ്രയോഗം മാറിയപ്പോ അയാളുടെ ജോലി പോയി. നാം ശ്രദ്ധിക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ശൈലിയാണ് പരസ്പരം നല്ല മാന്യമായ സംസാരം, ബഹുമാനമുള്ള സംസാരം, ഡീസന്റ് ഉള്ള സംസാരം. സംസാരം വലിയൊരു അമലാണ്. ഇന്നൽ ഇൻസാന ലയതകല്ലമു ബികലിമത്തിൻ ലാ യൽഖാ ലഹാ ബാലൻ ലയുഹ്വാ ബിഹാ ഇലാ ജഹന്നം. മനുഷ്യൻ സംസാരിക്കുന്ന ഒരു കലിമത്ത്, ആ ഒരു വാക്ക് ഒരുപക്ഷേ അവനെ നരകത്തിലേക്ക് കൂപ്പുകുത്തിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അനാവശ്യം പറയരുത്, സഭ്യേതരമായി സംസാരിക്കരുത്. നല്ല ഡീസന്റ് സംസാരം, നിലവാരമുള്ള ടോക്കിംഗ് സ്റ്റൈൽ, സംസാര രീതി, അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബറക്കത്തിന് വേണ്ടി ഒരു 3 മിനിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. സയ്യിദുനാ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്തുമായി ഒരു രാജാവിൻ്റെ, ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. നബി തങ്ങളോട് വിരോധം കാത്തു സൂക്ഷിക്കുകയും പ്രവാചകത്വം കള്ളമായി വാദിക്കുകയും ചെയ്തിരുന്ന മനുഷ്യന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഹബീബുന് സയ്യിദ് റളിയല്ലാഹു അൻഹു കത്തുമായി ചെന്നപ്പോൾ ഈ രാജാവ്, ഭരണാധികാരി, സാധാരണ ഒരു ഭരണാധികാരിയും മറുവശത്തൊരു ഭരണാധികാരിയിൽ നിന്ന്, ഒരു നേതാവിൽ നിന്ന് വരുന്നൊരു ദൂതനെ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല. അതവരുടെ സമൂഹത്തിന്റെ നിലവാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ കള്ളപ്രവാചകനായ ഭരണാധികാരി ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുമോ എന്ന് ചോദ്യം ചെയ്തു. ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അതിന് വിലങ്ങ് നിന്നപ്പോ ജീവനിൽ നിന്ന് പിടിച്ചു നിർത്തിയിട്ട്, ബലമായി പിടിച്ചു നിർത്തിയിട്ട് ശരീരത്തിൽ നിന്ന്
ഒരു പീസ് പച്ചയായി മാംസക്കഷണം മുറിച്ചെടുത്ത് മുമ്പിലിട്ടു. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്നു. മുറിഞ്ഞു വീണ മാംസക്കഷണം പിടക്കുന്നു. ആ പിടക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുമോ? ഹബീബുബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചില്ല. വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് മുറിച്ചു. വീണ്ടും വീണ്ടും ചോദിച്ചു. ശരീരത്തിലെ ഓരോ പീസായി മുറിച്ചു. ഹബീബുബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. അവസാന നിമിഷം വരെ ഒരു ചാഞ്ചാട്ടം പോലും മാറാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി മരിച്ചു. ഈ മരണവിവരം നസീബത്തുൽ മാസിനിയ എന്ന ഉമ്മയോട് വന്ന് പറഞ്ഞപ്പോ ആ ഉമ്മയുടെ ഒരു മറുപടിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്താണ് ആ മറുപടി എന്നറിയോ? എൻ്റെ ഹബീബ് എന്ന മോനെ 12 വയസ്സുള്ളപ്പോ മദീനയിൽ നിന്ന് ഞാൻ മക്കയിലേക്ക് പോയ സമയത്ത് ഹിജ്റയുടെ 2 കൊല്ലം മുമ്പേ, നുബൂവത്തിന്റെ 13ാമത്തെ ഹിജ്റയുടെ 1 കൊല്ലം മുമ്പേ, നുബൂവത്തിന്റെ 13ാമത്തെ വർഷം മക്കയിൽ വെച്ച് നബി തങ്ങളെ കണ്ടുമുട്ടുമ്പോ 12 വയസ്സുകാരനായ എൻ്റെ മകന്റെ കുഞ്ഞു കഴികൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മഹത്വമാർന്ന കൈകളിൽ വെച്ച് ബൈഅത്ത് ചെയ്യുമ്പോ എൻ്റെ ഏക പ്രതീക്ഷ എന്താണെന്നോ? എൻ്റെ മക്കളൊക്കെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ മക്കളൊക്കെ ജീവിതം സമർപ്പിക്കണം. അതിൻ്റെ തൊട്ടു മുമ്പുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കളിൽ ഒരാൾ ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ സൈനിക സെറ്റപ്പ്, സൈനിക സ്വഫ് ചിതറിപ്പോയി. എല്ലാവരും പരസ്പരം ഓടിക്കലർന്നുപോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിലും കേവലം 11 പേര് മാത്രം മുസ്ലിമീങ്ങൾ. ആ ഭാഗത്ത് മറുവശത്ത് നിന്ന് 1000-ഓളം വരുന്ന ശത്രുക്കൾ അതാ സ്വഫ് കെട്ടി പട്ടനിരയായി ഓടി വരികയാണ്. ആ സമയത്ത് ഈ 11 പേരിൽ 10 പേരും മദീനക്കാരാണ്. ആ 10 പേരിലെ 3 പേരും നബി നസീബത്തുൽ മാസിനിയുടെ ഭർത്താവും 2 മക്കളുമാണ്. ആ മക്കൾ കൺമുമ്പിൽ വെച്ച് മരിച്ചു വീഴുമ്പോഴും നസീബത്തുൽ മാസിനിയ ആയുധമെടുത്തിട്ട് ശത്രുക്കൾക്കെതിരെ പോരാടാൻ ചെല്ലുകയായിരുന്നു ചെയ്തത്. അപ്പൊ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംരക്ഷിക്കപ്പെടണം. എന്തേ കാരണം? ഞങ്ങൾ കണ്ട കല്ലുകളുടെ മുമ്പിലും മരങ്ങൾക്ക് മുമ്പിലും സുജൂദ് ചെയ്ത് കഴിഞ്ഞിരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ സുജൂദ് ചെയ്തും അവരുടെ മുമ്പിൽ സമർപ്പിച്ചും ജീവിച്ചിരുന്ന, പരസ്പരം കലഹിച്ചും മൂല്യച്യുതികളുടെ വക്താക്കളായും ജീവിച്ചിരുന്ന ഞങ്ങളെ മൂല്യങ്ങളുടെ മനുഷ്യരാക്കി പടച്ചവന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ എന്ന് പഠിപ്പിച്ച് ഞങ്ങളെ തല അന്തസ്സുള്ളതാക്കി ഉയർത്തി തന്നൊരു നേതാവ്. ആ നേതാവിന് വേണ്ടിയും ആ നേതാവിന്റെ ആദർശത്തിനു വേണ്ടിയും ഈ ജീവൻ സമർപ്പിക്കണമെന്നതായിരുന്നു പ്ലാന്. ഹബീബിന്റെ മരണം എന്ന് പറഞ്ഞപ്പോ നസീബത്തുൽ മാസിനിയ പറഞ്ഞ മറുപടി, എൻ്റെ പൊന്നുമോനെ ഞാൻ വളർത്തിയത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിക്കാനാണ്. എനിക്ക് മുമ്പേ ആ മോൻ സ്വർഗത്തിലേക്ക് വേഗത്തിൽ നടന്നുപോയതിന്റെ പേരിൽ, ധീരമായി പോയതിന്റെ പേരിൽ ഈ നസീബ ഇരുന്ന് കരയാൻ പോലും തയ്യാറല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ അന്ത്യനാളിൽ വളരെയേറെ ദുഷിച്ച പ്രവണതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിൽ നിന്ന് ഇസ്ലാമിക വേഷം ധരിച്ച് വിശ്വാസം സംരക്ഷിച്ച് മൂല്യങ്ങൾ ജീവിതത്തിൽ ചേർത്തു പിടിച്ച് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ശരികൾ മാത്രം ചെയ്ത് ഹലാലുകൾ മാത്രം ചെയ്ത് ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് നേടുന്നതൊന്ന് സ്വസ്ഥതയാണ്. നാളെയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊരു പ്രതീക്ഷയാണ്. അള്ളാഹു നമുക്ക് അങ്ങനെയാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ല മൂല്യങ്ങളെയൊക്കെ മുറുകെ പിടിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നിറഞ്ഞു നിൽക്കണം. അതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ശരിയിൽ ഒതുങ്ങി നിന്ന് നിറഞ്ഞു നിൽക്കണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതമെന്നും ഈമാനുള്ളതായി, ആഫിയത്തുള്ളതായി, ഐശ്വര്യമുള്ളതായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.